എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞു, അവർ അവരുടെ രാഷ്ട്രീയവും പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ വിജയിക്കുന്നത് അവരുടെ വ്യക്തിപരമായ വോട്ട് കൊണ്ട് മാത്രമല്ലല്ലോ. അവരുടെ വ്യക്തിപരമായ വോട്ടിനപ്പുറം അവർ UDFിൻ്റെ പിന്തുണയോടുകൂടിയാണല്ലോ മത്സരിച്ചത്. മാത്രമല്ല BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി പിന്തുണ തേടി ഈ കൂട്ടത്തിൽ ചിലർ പോയിരുന്നല്ലോ. അതുകൊണ്ട് UDFിൻ്റെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ഈ മണ്ഡലങ്ങളിലടക്കം വിജയിച്ചത്. ചിലയിടങ്ങളിൽ BJPയുടെ പിന്തുണയും ചിലർ തേടിയിട്ടുണ്ട്. അത് അവർ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ പോയവർ മാത്രമല്ല, അവർക്ക് പിന്നിൽ പാർട്ടി എന്നുള്ള എന്തെങ്കിലും പിന്തുണ ലഭിച്ചു അങ്ങനെ അല്ല, അതെല്ലാം പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ. അല്ല, പാർട്ടി വോട്ടുകളിൽ നിന്ന് വലിയ ചോർച്ച ഉണ്ടായതല്ലേ ഇത്തരം? പിന്നെ പാർട്ടിയുടെ വോട്ട് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പൊതുവിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, 140 മണ്ഡലങ്ങളിലും പൊതുവെ 2021 പാർട്ടിക്കും ഇടതുപക്ഷത്തിനും കിട്ടിയ വോട്ട് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ ആകെ എന്താണ് സംഭവിച്ചത്? ശരി, MV ജയരാജൻ, ഈ ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഉണ്ടായ തോൽവിയെ അതിനെ രാഷ്ട്രീയമായി വിലയിരുത്തുകയാണ് ജയരാജൻ. ആ പ്രതികരണത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും വരാം.